എന്താ അമ്മ ഇത്? ഇന്ന് സർപ്പന്തുള്ളല്ലേ? അമ്മ എന്ന് പറ, ഞാൻ വെളുപ്പിനെ പുറപ്പെട്ടോളാം. നീ ഒന്ന് വെറുതെ ഇരിക്കും കണ്ണ. എല്ലാവരെയും കൂട്ടിട്ട് പോകാനാ വന്നേ. വല്യമാനും അമ്മയും കാല് പിടിച്ചിട്ടാ എന്നെ രേണിക ഇവിടെ നിർത്തുന്നത്. എന്ത് കഷ്ടമായത്. സർപ്പന്തുള്ളൽ കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ദേ കണ്ണ, ഒന്നാമത് ദേഷ്യം പിടിച്ചിരിക്കുക അച്ഛൻ. ആ ദേ, എന്നെ കൊണ്ട് മേല, നിങ്ങൾ തമ്മിലായിരിക്കും. ചെല്ലു മോനെ, പരീക്ഷയുടെ കാര്യം ആയതുകൊണ്ടല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടന് 2 മണിക്ക് ചെന്നിട്ട് എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞു. അതാ ബഹളം വെക്കുന്നത്. താമസിക്കണ്ട കണ്ണ. എവിടെ എല്ലാരും? ആര്? പിള്ളേരൊക്കെ എല്ലാരും അപ്പുറത്ത് കളിക്കുന്നുണ്ട്. ഞാൻ പോയി എന്റെ സാധനങ്ങൾ വല്ലതും മറന്നോ നോക്കട്ടെ. എന്താ അത്ര താമസം? ഒന്നുമില്ല. എന്നാ വരൂ. അവനെ പരീക്ഷ കഴിഞ്ഞ് വിട്ടേക്കണം. ഓ, ഞങ്ങൾ ഒരുമിച്ച് വരാം. വസന്തിയും മോളെയും കൊണ്ടുപോകണല്ലോ. അമ്മാവൻ. ആ വാ.
സർപ്പക്കാവിലെ അരളിമരച്ചോട്ടിൽ നീ എന്നെ കാത്തിരുന്നോ രാധികെ? എങ്ങനെ വരാനാ? പരീക്ഷയായി പോയില്ലേ? നാളെയാണത്. ഒന്നും പഠിച്ചില്ല. മനസ്സവിടെയായിരുന്നു, സർപ്പക്കാവിൽ. എന്തൊക്കെയോ എഴുതുന്നു. ഇനി ഒരു പരീക്ഷ കൂടിയുണ്ട്. ഇതുകൂടി കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ വരും രാധികയുടെ അടുത്തേക്ക്. വെറുതെ കാണാൻ, കണ്ടുകൊണ്ടിരിക്കാൻ. എങ്ങോട്ടാ കണ്ണ? കോയിക്കലേക്ക്. എന്താ അത്ര ധൃതി? മറ്റന്നാ ഞാൻ പോകുന്നുണ്ട്, ഒരുമിച്ച് പോവാം. ഇല്ലച്ചാ, ഞാൻ ഉടനെ പോവാം. പരീക്ഷ കഴിഞ്ഞല്ലോ. ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ അനുസരിക്കാൻ പഠിക്കണം. എനിക്ക് പോണം. ഞാൻ പോവാ. കോപം കൊണ്ടപ്പോൾ നഗ്നൻ താനെന്നു നിനച്ചില വേപതു പൂണ്ടു വാളുമിളക്കി ചെല്ലും നേരം മായയാ മിന്നലൊന്നു നിർമ്മിച്ചു ഗന്ധർവന്മാർ ആയതാക്ഷിക്കു കാട്ടിക്കൊടുത്തു നരേന്ദ്രൻ. കണ്ണാ, അവള് പോയി കണ്ണാ. എവിടെ? ബാംഗ്ലൂർക്ക്. അവിടെ നിന്ന് ബോംബെക്ക് പോവും. അവളുടെ അച്ഛനും അമ്മയും അവിടെ എത്തിയിട്ടുണ്ട്. അമേരിക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിന്നെ അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു കണ്ണാ. നിനക്ക് വേണ്ടിയുള്ള നേർച്ച മുടങ്ങാതിരിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. വേറെ ഒന്നും പറഞ്ഞില്ലേ കുഞ്ഞമ്മേ? കരച്ചിൽ ഒഴിഞ്ഞിട്ട് വേണ്ട എന്തെങ്കിലും പറയാൻ. നീ വേഗം ചെല്ലുക അണ്ണാ. അവളുടെ ട്രെയിൻ പുറപ്പെട്ടിട്ടുണ്ടാവില്ല. പുറപ്പെടും മുമ്പേ നീ വന്നെത്തുമെന്ന് അവൾക്ക് തീർച്ചയായിരുന്നു. നിന്നെ ഒന്ന് കണ്ടാൽ മാത്രം മതിയെന്നുണ്ടായിരുന്നു അവൾക്ക്. എനിക്കും ഒന്ന് കണ്ടാൽ മാത്രം മതി കുഞ്ഞമ്മേ. എന്നുടെ ദേഹമിന്നു മൃഗങ്ങൾ തിന്നിടണം. പിന്നെ ഞാൻ സ്വർഗേ വന്നു നിന്നോടു ചേർന്നിടുവൻ. ഇത്തരം കേട്ട നേരം ഉർവശി ചൊല്ലിടിനാൾ ഇത്തരം ചൊല്ലായികടോ.